സിമ്പിൾ പെൻഡുലമാണ് വൈബ്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതൊരു ത്രെഡാണ്, നൂല്. ഈ നൂലിനെ കെട്ടിത്തൂക്കി ഒരു ബോള് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബോൾ ഇരിക്കുന്ന പോയിന്റാണ് റെസ്റ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഈ ബോളിനെ ഞാൻ വലിച്ചു നീട്ടി ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. അപ്പം എന്ത് സംഭവിക്കും? ഈ ബോള് ഫ്രണ്ടിലേക്ക് ആടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ബാക്കിലേക്ക് ആടും. സോ ഇത്തരത്തിലുള്ള റെസ്റ്റിംഗ് പോയിന്റിൽ നിന്നും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ആട്ടത്തിനെ വിളിക്കുന്ന അല്ലെങ്കിൽ മോഷനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ, അഥവാ റെസ്റ്റിംഗ് പോയിന്റിൽ നിന്നും ആവർത്തനീയമായിട്ടുള്ള ഒബ്ജക്റ്റിന്റെ ചലനത്തെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഡെഫിനിഷൻ നോക്കാം. വൈബ്രേഷൻ ഈസ് എ ബാക്ക് ആൻഡ് ഫോർത്ത് ഓർ റെപ്പിറ്റേറ്റീവ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം ഇറ്റ്സ് പോയിന്റ് ഓഫ് റെസ്റ്റ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് പെൻഡുലം വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ഫിഗർ. എക്സാമ്പിൾ 1, സ്വിംഗിങ് ഓഫ് പെൻഡുലം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തേത് വൈബ്രേഷൻ ഓഫ് ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ. തേർഡ്, വെയിറ്റ് അറ്റാച്ച് ടു സ്പ്രിങ്. സ്പ്രിങ്ങിൽ വെയിറ്റ് കെട്ടി തൂക്കിയിട്ടുണ്ട്, അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ. വൈബ്രേഷനെ മെയിൻലി 2 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫ്രീ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫ്രീ ഡാംപ്ഡ് വൈബ്രേഷൻ, ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ വീണ്ടും ഫോഴ്സ്ഡ് ഡാംപ്ഡ് വൈബ്രേഷൻ, ഫോഴ്സ്ഡ് അൺഡാംപ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ട്യൂണിംഗ് ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേര് പ്രോങ്, ഇത് സ്റ്റെം. ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ മറ്റൊരു വസ്തു വെച്ച് ഹിറ്റ് ചെയ്യുകയാണ്, ചുറ്റുകയോ മറ്റെന്തെങ്കിലും വെച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൽ ഒരു കുഞ്ഞൊരു മൂളക്കം പോലത്തെ ഒരു സൗണ്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. സൗണ്ട് കേട്ടു എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആയി എന്നാണ് ഇത് മീനിങ്. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ആകുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ആണ് എങ്കിൽ, ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഏതൊരു ഒബ്ജക്റ്റും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. ഫ്രീ വൈബ്രേഷൻ, എനി വൈബ്രേഷൻ നാച്ചുറൽ ടു എ ബോഡി ഈസ് കോൾഡ് ഫ്രീ വൈബ്രേഷൻ. ശരീരത്തിൽ സ്വാഭാവികമായി കാണുന്ന വൈബ്രേഷനെ വിളിക്കുന്ന പേരാണ് ഫ്രീ വൈബ്രേഷൻ. ഡ്യൂറിംഗ് ഫ്രീ വൈബ്രേഷൻ ദ ബോഡി വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ഫ്രീ വൈബ്രേഷൻ നടക്കുമ്പോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചാണ്. എക്സാമ്പിൾ, വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് സ്ട്രക്ക് ഓർ ഹിറ്റ് ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. നേരത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നിരുന്നു. ട്യൂണിംഗ് ഫോർക്കിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. ഈ ട്യൂണിംഗ് ഫോർക്ക് ഹിറ്റ് ചെയ്തപ്പോൾ വൈബ്രേറ്റ് ചെയ്യുകയാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ. ഈ വൈബ്രേറ്റ് ആകുന്ന ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ ഒരു ടേബിളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേബിളിൽ നിന്നും എന്ത് ചെയ്യും? സൗണ്ട് കേൾക്കും. ഈ ടേബിളിൽ നിന്നും എന്ത് ചെയ്യും? ആക്ച്വലി സൗണ്ട് കേൾക്കും. കാരണം എന്താണ്? ബിക്കോസ് വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ഇൻഫ്ലുവൻസ് കാരണം ടേബിളിലും വൈബ്രേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള വൈബ്രേഷനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. വൈബ്രേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ വൈബ്രേറ്റിംഗ് ബോഡി. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എക്സാമ്പിൾ വെച്ചിട്ട്. എക്സാമ്പിൾ, വെൻ ദ സ്റ്റെം ഓഫ് എ വൈബ്രേറ്റിംഗ് tuning fork is placed on a table, the table begins to vibrate in the natural frequency of the fork. ട്യൂണിംഗ് ഫോർക്കിന്റെ സ്റ്റെം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ ഒരു ടേബിളിൽ വയ്ക്കുകയാണെങ്കിൽ ആ ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഏതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ? ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ. ഇവിടെ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിളിന്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിലെ ടൈമും വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ്.
ഇത് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസിന്റെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ്. ഇവിടെ രണ്ട് പൊസിഷനാണ് ഉള്ളത്. ഒന്ന് മെയിൻ പൊസിഷൻ. ഇവിടെ മെയിൻ പൊസിഷൻ വരുന്നത് എക്സ് ആക്സിസിലാണ്. ഇവിടെയാണ് അതിന്റെ എക്സ്ട്രീം പൊസിഷൻ വരുന്നത്. ഇത് രണ്ടും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇനി ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ വരെയാണ് വരുന്നത്. വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിളിന്റെ ഗ്രാഫ് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഞാൻ പെൻഡുലം എടുത്തു. ഇവിടെ രണ്ട് പൊസിഷനാണ് ബോബിന്റെ മോഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന് മെയിൻ പൊസിഷൻ, രണ്ട് എക്സ്ട്രീം പൊസിഷൻ. ഈ ബോബിനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് റിലീസ് ചെയ്തു. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് പറ്റും? ആദ്യം 2 ഫ്രണ്ടിലേക്ക് പോകും, പിന്നെ എന്ത് ചെയ്യും? ബാക്കിലേക്ക് പോകും, പിന്നെ ഫ്രണ്ടിലേക്ക് പോകും, പിന്നെ എന്ത് ചെയ്യും? ബാക്കിലേക്ക് പോകും. അപ്പം ഇതിനെ വലിച്ച് ഞാൻ ഇവിടുന്ന് വലിച്ചിട്ട് വിട്ടപ്പോൾ ആദ്യം മെയിൻ പൊസിഷനിൽ നിന്നാണ് അത് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുന്നത്. അപ്പം മെയിൻ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തു? എക്സ്ട്രീം പൊസിഷനിലേക്ക് ഫ്രണ്ടിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എക്സ്ട്രീമിൽ നിന്ന് വീണ്ടും മെയിൻ പൊസിഷനിലേക്ക് തിരിച്ച് ബാക്കിലോട്ട് വന്നു. അപ്പം എന്ത് ചെയ്തു? ബാക്കിലേക്കല്ലേ പോയത്? അപ്പം ഞാൻ താഴോട്ട് വരച്ചു. വീണ്ടും മെയിൻ പൊസിഷൻ. ഇനി മെയിൻ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തു? വീണ്ടും ബാക്കിലേക്ക് പോയി, എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയി. അപ്പം എന്ത് ചെയ്തു? ഇനി എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി, അത് മെയിൻ പൊസിഷനിലേക്ക് പോയി. സോ ഇപ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? 1 സൈക്കിൾ ഓഫ് വൈബ്രേഷൻ സംഭവിക്കുന്നത്. ഇതേപോലെ വീണ്ടും എന്ത് ചെയ്യും? ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇവിടെ ഡാംഡ് അൺഡാംഡ് എന്ന് രണ്ട് ടേംസ് ആണ് ഉള്ളത്. അതിൽ ഡാംഡ് അൺഡാംഡ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഡാമ്പിംഗ് എന്ന് പറയാം. ഡെസിപ്പേഷൻ ഓഫ് എനർജി ഫ്രം എ വൈബ്രേറ്റിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എനർജി ലൂസ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്രം എ വൈബ്രേറ്റിംഗ് സ്ട്രക്ചർ. ഒരു വൈബ്രേറ്റിംഗ് സ്ട്രക്ചറിൽ നിന്നും എനർജി ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡാമ്പിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൺഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്നായിരിക്കും അർത്ഥം? ദർ ഈസ് നോ ഡെസിപ്പേഷൻ ഓഫ് എനർജി. ഡാമ്പിംഗ് അവിടെ നടക്കുന്നില്ല, ആംപ്ലിറ്റ്യൂഡിൽ മാറ്റമൊന്നും ഇല്ല. ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈബ്രേഷനെ വിളിക്കുന്ന പേരാണ് അൺഡാംപ്ഡ് വൈബ്രേഷൻ. ഇവിടെ ആദ്യത്തെ സൈക്കിൾ ഓഫ് വൈബ്രേഷനിൽ ഉണ്ടായിരുന്ന ആംപ്ലിറ്റ്യൂഡിൽ നിന്നും രണ്ടാമത്തെ സൈക്കിൾ ഓഫ് വൈബ്രേഷൻ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. വീണ്ടും മൂന്നാമത്തെ സൈക്കിൾ ഓഫ് വൈബ്രേഷൻ എത്തുമ്പോൾ വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയാണ് ചെയ്യുന്നത് വിത്ത് എവറി സൈക്കിൾ ഓഫ് വൈബ്രേഷൻ. ഓരോ സൈക്കിൾ ഓഫ് വൈബ്രേഷൻ പോകുന്നതിനനുസരിച്ചും ഇവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് കുറയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് വൈബ്രേഷൻ. Undamped vibration. The vibration is referred to as undamped when its amplitude remains constant with time. ടൈം മാറുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അൺഡാംപ്ഡ് വൈബ്രേഷൻ. Example 1, voltage wave. Damped vibration. The vibration is referred to as damped when its amplitude decreases over every cycle of vibration. ഓരോ സൈക്കിൾ ഓഫ് വൈബ്രേഷൻ കഴിയുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാകുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് വൈബ്രേഷൻ. Example 1, clock pendulum.